പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ് കെമിസ്ട്രിയിലെ 16ാമത്തെ പാഠഭാഗമായിട്ടുള്ള വാട്ടർ അഥവാ ജലം എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററാണ് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൻ്റെ കുറച്ച് പോർഷൻസ് നമ്മൾ ഹാഫ് ഇയർലി എക്സാമിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ കുറച്ച് ബാക്കി ഭാഗങ്ങളായിട്ടുള്ള ഏരിയാസാണ് കേട്ടോ. അതിൽ മെയിനായിട്ട് വരുന്ന ഒരു ഏരിയ ആണ് സർഫസ് ടെൻഷൻ അഥവാ ജലത്തിൻ്റെ പ്രതലബലം. എന്താണ് സർഫസ് ടെൻഷൻ, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പ്രതലബലം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയാൻ പോകുന്നത് കേട്ടോ. ഇവിടെ ഈ ഒരു ചിത്രം നോക്കും മക്കൾ. ഈ ഒരു ചിത്രം നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു വാട്ടർ സർഫസ് ആണ്. അതായത് ഏതോ ഒരു ജലത്തിൻ്റെ ഉപരിതലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. താഴ്ഭാഗത്ത് ഇതുപോലെ വാട്ടർ മോളിക്യൂൾസ് ഒക്കെ ഉണ്ട്. നമുക്കറിയാലോ, വെള്ളം ഉണ്ടായിരിക്കുന്നത് H2O എന്ന് പറയുന്ന ഒരുപാട് മോളിക്യൂൾസ് കൂടി ചേർന്നിട്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത് മക്കളെ, വാട്ടർ അല്ലെങ്കിൽ ജലം ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ജലത്തിൻ്റെ മുകളിൽ ഇതൊരു പ്രാണിയല്ലേ, ഈ ഒരു പ്രാണി ഈ ഒരു ജലത്തിൻ്റെ സർഫസിൽ അല്ലെങ്കിൽ ഉപരിതലത്തിൽ ഇങ്ങനെ നിൽക്കാൻ കാരണവരായിട്ടുള്ള ആളാണ് ആര് മക്കളെ, സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ ജലത്തിൻ്റെ പ്രതലബലം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം കേട്ടോ. ഇവിടെ താഴെ നമ്മൾ ഇത് സർഫസിൽ കിടക്കുന്ന മോളിക്യൂളാണ് കേട്ടോ, അതായത് ജലത്തിൻ്റെ ഉപരിതലത്തിൽ കിടക്കുന്ന മോളിക്യൂൾസ് ആണ്. അപ്പോൾ ഈ ഒരു മോളിക്യൂൾസിൻ്റെ കാര്യം മുതലാണ് നമ്മൾ പറയാൻ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഉൾഭാഗത്തുള്ള മോളിക്യൂൾസ് ഒക്കെ എടുക്കുന്ന സമയത്ത് അവരുടെ മുകളിൽ ഒരു മോളിക്യൂളുണ്ട്, ചുറ്റുപാട് മോളിക്യൂളുകളുണ്ട് അല്ലേ, വാട്ടർ തന്മാത്രകൾ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് നിൽക്കുക. എന്നാൽ ഈ ഒരു സർഫസിൽ നിൽക്കുന്ന മോളിക്യൂളുകൾ അല്ലെങ്കിൽ തന്മാത്രകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് മുകൾ ഭാഗത്ത് വേറെ മോളിക്യൂളുണ്ട് കമ്പൈൻ ചെയ്യാൻ ഇല്ല അല്ലേ. ഇവിടെ ചിലപ്പോൾ ഇതൊരു ബാഷ്പമായിട്ട് മാറും അല്ലെങ്കിൽ വാപ്പറായിട്ട് മാറുമ്പോൾ അതിൻ്റെ ചെറിയ നീരാവി സംഭവങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അതുമായിട്ട് ഈ ഒരു വാട്ടർ മോളിക്യൂളിന് കമ്പൈൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ ചുറ്റുപാട് തൻ്റെ അടുത്തിരിക്കുന്ന രണ്ട് മോളിക്യൂളുകളുമായിട്ടും അല്ലെങ്കിൽ താഴെയുള്ള ആളുകളുമായിട്ട് അവർ ടൈറ്റ്ലി ബോണ്ടഡ് ആയിരിക്കും അല്ലെങ്കിൽ അട്രാക്റ്റഡ് ആയിരിക്കും, ആകർഷിച്ച് നല്ലപോലെ അടുത്തിരിക്കുകയായിരിക്കും ചെയ്യുന്നത്. ഈ ഒരു ബോണ്ട് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ സർഫസ് ഒരു വലിഞ്ഞു മുറുകി ഒരു ലെയർ പോലെ തിന്നായിട്ടുള്ള വളരെ കനം കുറഞ്ഞ ഒരു ലെയർ ഫോം ചെയ്ത പോലെ നിൽക്കും വെള്ളത്തിൻ്റെ മുകൾ ഭാഗം അല്ലെങ്കിൽ ഉപരിതലം പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രാണികളൊക്കെ വന്നിരുന്നാലും അവർക്ക് വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രതലബലം അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി നമ്മൾ പറയുന്ന വേറൊരു കാര്യമാണ് കേട്ടോ, മക്കൾക്ക് അറിയുമെന്നറിയില്ല, കൊഹസീവ് ഫോഴ്സ് എന്ന് പറയും. ഓക്കെ, കൊഹസീവ് ബലം. എന്താണ് കൊഹസീവ് ബലം എന്ന് പറഞ്ഞാൽ, അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ മക്കളെ, ഈ ഒരു മോളിക്യൂൾ വാട്ടർ മോളിക്യൂളുകൾ അല്ലെങ്കിൽ തന്മാത്രകൾ പരസ്പരം കമ്പൈൻ ചെയ്താൽ നിൽക്കുന്നത് അല്ലെ, കൂടിച്ചേർന്നാണ് നിൽക്കുന്നത്. ഇവർക്ക് വേറെ ആളുകളുമായിട്ട് വേറെ മോളിക്യൂൾ, ഇപ്പോൾ എയർ മോളിക്യൂൾ, എയറിലുള്ള വേറെ ആളുകളുമായിട്ടോ അല്ലെങ്കിൽ ഇപ്പുറത്ത് കിടക്കുന്ന വേറെ സബ്സ്റ്റൻസുകളുമായിട്ട് അവർ കമ്പൈൻ ചെയ്യുന്നില്ല. അവർ മാത്രമായിട്ട് ആ ഒരു വാട്ടർ മോളിക്യൂളുകൾ മാത്രമായിട്ടാണ് കൂടിച്ചേർന്ന് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ബലത്തെ അല്ലെങ്കിൽ ഈ ഒരു ബലത്തെ അല്ലെങ്കിൽ ഈ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ, കൊഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് വൈ ഡസ് എ ബ്ലേഡ് ഫ്ലോട്ട് ഓൺ വാട്ടർ. എന്തുകൊണ്ടാണ് ഒരു ബ്ലേഡ് ഇതുപോലെ വെള്ളത്തിൻ്റെ മുകളിൽ ഒഴുകിക്കിടക്കാനുള്ള കാരണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് മക്കളെ, സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ പ്രതലബലം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ലെയർ തിന്നായിട്ടുള്ള ഒരു കുറച്ചും കൂടെ ബലം കൊടുക്കുന്ന രൂപത്തിൽ, അതായത് കുറച്ചും കൂടെ ഒരു അട്രാക്ഷൻ ഉള്ള അല്ലെങ്കിൽ ടൈറ്റായിട്ട് കനം കുറഞ്ഞിട്ടുള്ള ഒരു ലെയർ ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുന്നുണ്ടാകുക. ഓക്കെ ആണല്ലോ. ആ ഒരു ലെയർ ഫോം ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു ബ്ലേഡ് പോലെയുള്ള കനം കുറഞ്ഞ സബ്സ്റ്റൻസുകൾ വെള്ളത്തിൽ താഴ്ന്നു പോകാതെ പൊങ്ങിക്കിടക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വൈ ഡു സോപ്പ് ബബിൾസ് ഫോം എ സ്ഫെറിക്കൽ ഷേപ്പ്. അതായത് നമ്മൾ സോപ്പ് ബബിൾസ് ഒക്കെ ഇല്ലേ മക്കളെ, നമ്മൾ ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ മേടിക്കാറുണ്ടല്ലോ. എന്നിട്ട് നമ്മളിങ്ങനെ ആ ഒരു ബോട്ടിൽ ഡിപ്പ് ചെയ്യും, എന്നിട്ട് നമ്മളിതിങ്ങനെ ഊതി ഉറപ്പിച്ചിടുമ്പോൾ ബോൾസായിട്ട് കുഞ്ഞതും വലിയതുമായിട്ട് ഒരുപാട് ബോൾസ് ഉണ്ടാകുന്ന കണ്ടിട്ടില്ലേ. അപ്പം അങ്ങനെയുള്ള ഈ ബോൾസ് എല്ലാം ഏത് ഷേപ്പിലാണ് നമ്മൾ കാണാറുള്ളത്, ഇതുപോലെ സർക്കുലാർ ഷേപ്പിൽ അല്ലെങ്കിൽ സ്ഫെറിക്കൽ ഷേപ്പിൽ അല്ലെങ്കിൽ ഗോളാകൃതിയിലാണ് കാണാറുള്ളത് അല്ലേ. അതെന്തുകൊണ്ടാണ് ഈ ഒരു ചതുരത്തിലൊന്നും കാണാത്തത്? അപ്പോൾ അതിൻ്റെ കാരണമാണ് നമ്മൾ പറയുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷണത്തിൻ്റെ റിസൾട്ടും കൂടെ നമുക്ക് പറയാം കേട്ടോ. നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നതാണ് ഇതുപോലെ ഒരു ഇരുമ്പ് വളയം, അതിൽ നമ്മൾ ഒരു നൂല് വെച്ചിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സോപ്പ് വെള്ളത്തിൽ മുക്കിയെടുക്കുക ചെയ്യുന്നത്. എടുക്കുന്ന സമയത്ത് രണ്ട് സൈഡിൽ ഇതുപോലെ ഉണ്ടാകും. ഏതെങ്കിലും ഒരു സൈഡ് നമ്മൾ പിന്നി വെച്ചിട്ട്
പൊട്ടിച്ചു കൊടുക്കണം. പൊട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വേറൊരു ഡയഗ്രം ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ഡയഗ്രം എങ്ങനെയായിരുന്നു മക്കളെ? ആ ഒരു ഡയഗ്രം ഒന്നിങ്ങനെ, ഇത് സോപ്പ് ബബിൾസ് ആണ് കേട്ടോ. സോപ്പ് ബബിളിൻ്റെ ഡയഗ്രാണ് ഇവിടെ ഉള്ളത്. ഇങ്ങനെയുള്ള രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? ഒന്നിങ്ങനെയും ഒന്ന് ഈ ഒരു രൂപമാണ് ഉണ്ടായിരുന്നത്. അപ്പം ശരിക്കും എങ്ങനെയാണ് ഈ ഒരു സോപ്പ് ഫിലിം നിൽക്കുകയെന്ന് വെച്ചാൽ ഈ ഒരു രൂപത്തിലാണ് സോപ്പ് ഫിലിം ഉണ്ടാക്കുക. സർഫസ് ഏരിയ അല്ലെങ്കിൽ എന്താണ്, ഈ ഒരു ഉപരിതലം അല്ലെങ്കിൽ പ്രതല പരപ്പളവ് കുറഞ്ഞ രൂപത്തിലാണ് സോപ്പ് വെള്ളം നിൽക്കുന്നുണ്ടാകുക. ഓക്കെ ആണല്ലോ? ഇത് കൂടിയ രൂപത്തിലല്ലേ? ഇവിടെയാണ് സോപ്പ് ബബിളിൻ്റെ ഏരിയ ഉള്ളത്. അപ്പോൾ ഇത് കൂടുതലാണ് അല്ലേ? അങ്ങനെയല്ല നിൽക്കുക, ഇങ്ങനെ കുറഞ്ഞ രൂപത്തിലാണ് ഉണ്ടാകുക. ഓക്കെ ആണല്ലോ? ഇതാണ് ആ എക്സ്പെരിമെൻറ്റിൻ്റെ ഇൻഫറൻസ് കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഇനി സോപ്പ് ബബിൾസ് ഒക്കെ സ്പെറിക്കൽ ഷേപ്പിൽ അല്ലെങ്കിൽ ഗോളാകൃതിയിൽ കാണുന്നതെന്ന് കേട്ടോ. അപ്പോൾ പ്രതല ബലം അല്ലെങ്കിൽ എന്താണ്, സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന ആള് ഈ ഒരു സർഫസ് ഏരിയ അല്ലെങ്കിൽ എന്താണ്, പ്രതല പരപ്പളവ് കുറക്കുന്ന ഒരു രൂപത്തിലാണ് വരുന്നത്. അതായത് നമുക്കറിയാം, ഒരു ലെയർ ഇങ്ങനെ കട്ടി കൂടി എല്ലാവരും കൂടി ചേർന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും മക്കളെ, ആ ഒരു ഇത്രയും ഏരിയയിൽ നിൽക്കേണ്ട ആളുകൾ ഈ ഒരു ഏരിയയിൽ ഒതുങ്ങുവാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഏരിയ വേണ്ടല്ലോ. അപ്പോൾ സർഫസ് ഏരിയ കുറക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് എന്ത് മക്കളെ? സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ പ്രതല പരപ്പളവ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു സ്പെറിക്കൽ ഷേപ്പ് കിട്ടുന്നതെന്നാണ് കേട്ടോ. ഒരു നിശ്ചിത മാസ പദാർത്ഥത്തിന് ഉപരിതല പരപ്പളവ് ഏറ്റവും കുറഞ്ഞിരിക്കുമ്പോഴാണ് ഗോളാകൃതിയിലായിരിക്കുമ്പോഴാണ്. അതായത് ഒരു ഡെഫിനിറ്റ് മാസ് ഉള്ള ഒരു സബ്സ്റ്റൻസ് ഒക്കെയാണല്ലോ, ഒരു ഡെഫിനിറ്റ് മാസ് ഉള്ള സബ്സ്റ്റൻസ് അതിൻ്റെ സ്പെറിക്കൽ ഷേപ്പിൽ അല്ലെങ്കിൽ ഗോളാകൃതിയിലായിരിക്കുമ്പോഴുന്ന സമയത്താണ് അതിൻ്റെ പ്രതല പരപ്പളവ് അല്ലെങ്കിൽ സർഫസ് ഏരിയ ഏറ്റവും കുറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ്സുകൾ അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ ഈ ഒരു സംഭവങ്ങൾ ഒക്കെ, ഡ്രോപ്പുകളൊക്കെ അല്ലെങ്കിൽ തുള്ളികളൊക്കെ ഈ ഒരു ഗോളാകൃതിയിൽ അല്ലെങ്കിൽ സ്പെറിക്കൽ ഷേപ്പിൽ കാണപ്പെടുന്നത്. മനസ്സിലായല്ലോ? ഇത് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മുടെ വീടുകളിൽ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാറുണ്ടല്ലേ? നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സോപ്പ് യൂസ് ചെയ്യും അല്ലേ? എന്തുകൊണ്ടായിരിക്കും നമ്മൾ സോപ്പ് യൂസ് ചെയ്ത് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്നത്? നമുക്കറിയാം, വെള്ളത്തിന് എന്തുണ്ട് മക്കളെ? സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ എന്താണ്, പ്രതല ബലം ഉണ്ടല്ലേ? ഈ ഒരു പ്രതല ബലമുള്ള കാരണം കൊണ്ട് തന്നെ അവർ മോളിക്യൂളുകൾ തമ്മിൽ ഇങ്ങനെ കമ്പൈൻ ചെയ്തായിരിക്കും നിൽക്കുന്നുണ്ടാകുക അല്ലേ? ഓരോ വാട്ടർ മോളിക്യൂളും പരസ്പരം ഇങ്ങനെ കൂടിച്ചേർന്ന് നിൽക്കുന്നുണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഡ്രസ്സ് അതിലോട്ടിരുന്ന സമയത്ത് ഈ ഒരു മോളിക്യൂളിലൊക്കെ വിഘടിച്ച് ഇവർ ഈ ഡ്രസ്സിൻ്റെ നൂലുകൾക്കിടയിലൂടെ ഒക്കെ പോവാൻ ചാൻസ് കുറവല്ലേ? അപ്പോൾ അത് ഏറ്റവും കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മക്കളെ? സോപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സോപ്പ് സർഫസ് ടെൻഷൻ കുറക്കാൻ കാരണമായിട്ടുള്ള ഒരാളാണ് സോപ്പ് വാട്ടർ അല്ലെങ്കിൽ സോപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതായത് പ്രതല ബലം കൊടുക്കും സോപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് ഈ ഒരു പ്രതല ബലം അല്ലെങ്കിൽ എന്താണ്, സർഫസ് ടെൻഷൻ കുറയുന്നത് കൊണ്ടാണ് നമ്മുടെ ഡ്രസ്സൊക്കെ നല്ലപോലെ നമുക്ക് വാഷ് ചെയ്യാനും അഴുക്കുകളൊക്കെ പോവാനൊക്കെ കാരണമാകുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയാണ് നമുക്ക് സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ എന്താണ്, പ്രതല ബലം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിൽ ചോദിക്കൂട്ടോ. ഓക്കെ, താങ്ക് യു.